BSOC 131 സോഷ്യോളജിക്ക് ഒരു ആമുഖം എന്ന ഭാഗമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ചരിത്രത്തിലെ പല ഏടുകളിലൂടെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ മാറ്റങ്ങളിലൂടെ സോഷ്യോളജി എന്ന സാമൂഹ്യ ശാസ്ത്രത്തിന് ഉണ്ടായ വളർച്ചയും അതിൻ്റെ വേരുകളും കണ്ടെത്തുന്ന ശ്രമത്തിലായിരുന്നു നാം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയൊക്കെ ആവിർഭാവത്തോടുകൂടി സോഷ്യോളജി ഒരു പഠന വിഷയമായി മാറിയതിനെക്കുറിച്ചും നമ്മൾ ചർച്ചയുണ്ടായി. ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി സോഷ്യോളജിയും സാമൂഹ്യ നരവംശാസ്ത്രവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ആ ചർച്ചയിലുടനീളം നമ്മൾക്ക് മനസ്സിലായ ഒരു കാര്യം, സോഷ്യോളജിയും സാമൂഹ്യ നരവംശാസ്ത്രവും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങൾ കണ്ടെത്താൻ കൂടി സാധിക്കുന്നില്ല എന്നതായിരുന്നു സത്യം. നരവംശാസ്ത്രത്തിലെ ധാരാളം ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ നിന്നും സോഷ്യോളജിയും നരവംശാസ്ത്രവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായ ഒരു കാര്യമുണ്ട്, രണ്ട് കൂട്ടരും സാമൂഹ്യശാസ്ത്ര വിഭാഗത്തിലെ ഇളമുറക്കാരാണെന്ന് പറഞ്ഞു. ഇളമുറക്കാരാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം അടുത്തിടെ രൂപം കൊണ്ടുവന്ന രണ്ട് പഠന ശാഖയായിരുന്നു സോഷ്യോളജിയും സാമൂഹ്യ നരവംശാസ്ത്രവും. ഈ അഭേദ്യമായ ബന്ധം കാണിക്കുന്നത് കൊണ്ട് തന്നെ എവിടെയാണ് ഇതിൻ്റെ വ്യത്യാസമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പുരോഗമനമായിരുന്നു ഈ വിഷയങ്ങൾ കാണിച്ചുകൊണ്ട്. പ്രത്യേകിച്ചും ഒരു പ്രമുഖനായ ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള ഫ്രേസർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി, ആന്ത്രോപോളജി അല്ലെങ്കിൽ നരവംശാസ്ത്രം എന്ന് പറയുന്നത് സോഷ്യോളജിയുടെ ശാഖയാണ്. ഈ നരവംശാസ്ത്രം ആദിമ സമൂഹത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആദിമ സമൂഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആദിമ മനുഷ്യൻ്റെ ജൈവപരമായിട്ടുള്ള ആവിർഭാവം മുതൽ, ഉത്ഭവം മുതൽ, അവരുടെ ശൈശവ കാലഘട്ടത്തിലൂടെ, കൗമാര കാലഘട്ടത്തിലൂടെ ഇന്നത്തെ മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയിലേക്ക് എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ നരവംശാസ്ത്രവും സോഷ്യോളജിയും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തുകൊണ്ടാണ് ആദിമ മനുഷ്യനെക്കുറിച്ച് പഠിക്കാൻ മാത്രം നരവംശാസ്ത്രം ഒരുങ്ങുന്നതെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചെന്നിരിക്കും. അവിടെയാണ് ഈ ചിന്താധാരയിൽ മാത്രമാണ് സോഷ്യോളജിയും നരവംശാസ്ത്രവും വ്യത്യാസപ്പെടുന്നുള്ളൂ എന്നതാണ് സത്യം. സോഷ്യോളജി മനുഷ്യ സമൂഹത്തിനെ കുറിച്ച് മൊത്തത്തിൽ പഠിക്കുകയാണ്. മൊത്തത്തിൽ പഠിക്കുമ്പോൾ അതിൽ ആദിമ മനുഷ്യനെക്കുറിച്ചും പരമ്പരാഗതമായിട്ടുള്ള മനുഷ്യൻ്റെ ആവിർഭാവത്തെക്കുറിച്ചും ആ ഒരു സ്റ്റേജുകളെക്കുറിച്ച്, ആ ഓരോരോ ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാനായിരുന്നു നമ്മുടെ നരവംശാസ്ത്രം താല്പര്യപ്പെട്ടത്. അതുപോലെ തന്നെ ഈ പുരാതനമായിട്ടുള്ള ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ നമ്മുടെ ഫ്രേസറോടൊപ്പം തന്നെ, ഫ്രേസർ എന്ന പ്രമുഖനായ നരവംശാസ്ത്രജ്ഞനോടൊപ്പം തന്നെ വെയ്റ്റ്സും ടൈലർ എന്ന നരവംശാസ്ത്രജ്ഞന്മാരും ഈ വിഷയത്തോട് അനുകൂലിക്കുകയുണ്ടായി. എല്ലാ തത്വജ്ഞാനികളും ഈ മേഖലയിലെ പ്രമുഖരായ എല്ലാവരും മനുഷ്യ സമൂഹത്തിൻ്റെ ആദിമ ചരിത്രത്തിലും അവൻ്റെ സംഘടനാ ശക്തിയിലും അവൻ്റെ സംഭാവനകളിലുമാണ് നരവംശാസ്ത്രം തൻ്റെ ശ്രദ്ധകൾ കൂടുതൽ കൊടുത്തത് എന്ന് പ്രതിപാദിക്കുകയുണ്ടായി. ഇത്രമാത്രം ഇഴചേർന്ന് കിടക്കുന്ന ഈ രണ്ട് വിഷയങ്ങളെ ഒരിക്കലും വേർതിരിച്ചുകൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യോളജി വിദ്യാർത്ഥികൾ എന്ന നിലയിൽ
നമ്മളുടെ ചിന്താധാരകളിൽ നിന്നോ അറിവിൽ നിന്നോ മനസ്സിലാക്കലിൽ നിന്നോ ഒരിക്കലും മാറ്റി നിർത്തപ്പെടേണ്ടുന്ന ഒന്നല്ല നരവംശാസ്ത്രം. കാരണം അതുകൊണ്ട് തന്നെ അവർ ടിൻ സിസ്റ്റേഴ്സ് പറയും, ഇരട്ടകൾ എന്നാണ് പറയുന്നത്, ഇരട്ട സഹോദരിമാർ എന്ന് പറയുകയുണ്ട്. സോഷ്യോളജിയും ഈ പറയുന്ന നരവംശാസ്ത്രവും ഇരട്ട സഹോദരിമാരെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഇരട്ട സഹോദരിമാരെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ രൂപത്തിലും ഭാവത്തിലും ചിന്തകളിലും ധാരകളിലും എല്ലാം ഉണ്ടാകുന്ന ഒരു സാമ്യം, എന്നാൽ സ്വന്തമായി നിലനിൽപ്പും അസ്തിത്വമുള്ള ഒരു സമൂഹമായി അതേസമയം അവർ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ധാരണയിലായിരിക്കണം നമ്മൾ സാമൂഹ്യശാസ്ത്രമായ സോഷ്യോളജിയെയും സാമൂഹ്യ നരവംശാസ്ത്രത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്രമാത്രം ചേർന്ന് കിടക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് എവിടെയാണോ അതിൻ്റെ ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നത് ആ ഒരു തലത്തിൽ മാത്രമാണ് സോഷ്യോളജിയും സാമൂഹ്യ നരവംശാസ്ത്രവും അവയുടെ വ്യത്യാസം കാണിക്കാൻ ഒരുങ്ങുന്നത്. മറിച്ച് അവർ ഉപയുക്തമാക്കുന്ന ചിന്ത പഠിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ മേഖലകളും ഇടങ്ങളും എല്ലാം വളരെയധികം സാമ്യമുള്ളതാണ്. അടുത്തായിട്ട് നമ്മുടെ റാഡിക്ലിഫ് ബ്രൗൺ എന്ന സാമൂഹ്യ നരവംശ ശാസ്ത്രജ്ഞൻ സോഷ്യോളജിയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. കമ്പാരറ്റീവ് സോഷ്യോളജിയാണ്, ഒരു താരതമ്യ പഠനമാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നു. നരവംശാസ്ത്രം ഒരു താരതമ്യ സോഷ്യോളജി പഠനമാണെന്നാണ് റാഡിക്ലിഫ് ബ്രൗൺ പറഞ്ഞിരിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഇതൊരു താരതമ്യ പഠനം എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും പ്രകൃതി ശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി പ്രകൃതി ശാസ്ത്ര സമൂഹത്തിൽ പ്രത്യേകിച്ചും ശാസ്ത്ര മേഖലകളിലുണ്ടായ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ അവയുടെ പഠന രീതികളിലും അന്വേഷണാത്മകമായിട്ടുള്ള സ്വഭാവങ്ങളിലും വളരെയധികം മാറ്റങ്ങൾ വന്നിരുന്നു. നിലവിൽ നമ്മുടെ മുമ്പിൽ അനുഭവവേദ്യമാകുന്ന സംഭവങ്ങളെ, ആ പ്രകൃതിയിൽ അനുഭവവേദ്യമായ സംഭവങ്ങളെ വളരെയധികം നിരീക്ഷിക്കുകയും പഠനത്തിലും താരതമ്യ പഠനത്തിലൂടെ വിശകലനത്തിലൂടെ അവയിൽ നിന്നും ഒരു വ്യാഖ്യാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ആ നമുക്ക് ചുറ്റും നമുക്ക് ഉപയുക്തമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മൾ എത്തിച്ചേരുന്ന പൊതുവായ ഒരു ആശയം, പൊതുവായ ഒരു ഉത്തരം എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ കുറിച്ച് പഠിക്കുന്ന ഈ ശാസ്ത്രശാഖ എന്ന നിലയിൽ നമ്മൾ ഇവിടെയും ഉപയുക്തമാക്കേണ്ടത് എന്ന ഒരു ചിന്തയാണ് റാഡിക്ലിഫ് ബ്രൗൺ നമ്മളോട് പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊരു താരതമ്യ പഠനം ഉപയോഗിക്കുന്ന സോഷ്യോളജിക്കലായിട്ടുള്ള ഒരു താരതമ്യ പഠനമാണ് നമ്മുടെ ആന്ത്രോപോളജി അല്ലെങ്കിൽ സാമൂഹ്യ നരവംശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പം മനുഷ്യനെക്കുറിച്ചും അവന് ചുറ്റുപാടുമുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചും പറയുന്ന സമയത്ത് ഇപ്പോൾ മനുഷ്യന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും നമ്മൾ അവൻ്റെ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ, അവൻ്റെ നാഗരികതയെക്കുറിച്ച് പറയുമ്പോൾ, ഒരു മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ച് തന്നെ പറയുമ്പോൾ നമ്മൾ ഓരോന്നിനും അടിസ്ഥാനമായിട്ടുള്ള ധാരണകളെ കണ്ടെത്താനായിട്ട് പോകുന്നതിന് പകരം ആ ധാരണകൾക്ക് അതീതമായിട്ട് ധാരണകളിൽ നിന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന പൊതുവായിട്ടുള്ള നിഗമനങ്ങളിലേക്കാണ് നമ്മുടെ പഠനം കൊണ്ടുപോകേണ്ടതെന്നും അത്തരത്തിലുള്ള ഒരു പഠന രീതിയാണ് സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജി അല്ലെങ്കിൽ സാമൂഹ്യ നരവംശാസ്ത്രവും ഉപയോഗിക്കുന്നതെന്നുമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അങ്ങനെ തന്നെയാണ് ഈ നരവംശാസ്ത്രത്തിൻ്റെയും സോഷ്യോളജിയുടെയും തീരങ്ങൾ, അവരുടെ തിയറീസ് ഒക്കെ വന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡിസ്നിയും വരുന്ന സമയങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് വളരെ ആഴത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പം ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കണ്ടെത്തലുകൾ, അത് അനുവർത്തിക്കുന്ന മാർഗങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന പൊതുവായ നിഗമനങ്ങളെ അടിസ്ഥാനമാക്കി ആയിരിക്കണം നമ്മളുടെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അത്തരത്തിലുള്ള ഒരു പഠന രീതിയായിരിക്കണം നമുക്ക് സോഷ്യോളജി പഠനത്തിനും അതോടൊപ്പം തന്നെ സോഷ്യൽ ആന്ത്രോപോളജി സാമൂഹ്യ നരവംശാസ്ത്രത്തിൻ്റെ പഠനത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഷയങ്ങൾക്കും, സോഷ്യോളജിക്കും സോഷ്യൽ ആന്ത്രോപോളജിക്കും
വ്യത്യാസം തുടങ്ങുന്നത് അവയുടെ ചിന്തകളുടെ ആ തലങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമാണ്. ആദിമ മനുഷ്യനെക്കുറിച്ചും പരമ്പരാഗതമായ കാര്യങ്ങളിലെക്കുറിച്ചും ചരിത്രപരമായ ഒരു പഠനത്തിലേക്കാണ് കൂടുതൽ ഊന്നൽ നരവംശാസ്ത്രം കൊടുക്കുമ്പോൾ, സോഷ്യോളജി ഇന്നത്തെ മനുഷ്യ സമൂഹത്തിൻ്റെ ഓരോ പുതിയ പുതിയ നേട്ടങ്ങളെക്കുറിച്ചും ഇന്ന് അനുവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പഠിക്കാനായിട്ട് കൂടുതൽ പരിശ്രമിക്കും. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് സോഷ്യോളജിയും നരവംശാസ്ത്രവും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന അവയുടെ താരതമ്യങ്ങളെക്കുറിച്ചും സാമ്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. വേർതിരിക്കാൻ പറ്റാത്ത വിധം ചേർന്നിരിക്കുന്ന രണ്ട് വിഷയങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം, എവിടെയാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ എന്നുള്ള ഒരു ചെറിയ ചർച്ചയാണ് നമ്മളിപ്പോൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പം എനിക്കറിയാം നിങ്ങളുടെ എല്ലാ മനസ്സിൽ നിങ്ങൾക്ക് സോഷ്യോളജിയെക്കുറിച്ചും ആന്ത്രോപോളജിയെക്കുറിച്ചും ഒക്കെ ധാരാളം ധാരണകളുണ്ട്. ഇപ്പം ഇവിടെ നമുക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും ഇതിൻ്റെ നിർവചനത്തിൽ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. നിർവചനത്തിലാണ് ഒരു വ്യത്യാസമുള്ളത്. അതായത് സോഷ്യോളജി എന്ന് പറയുന്നത് സമൂഹത്തിനെ കുറിച്ചുള്ള പഠനമാണ്, അല്ലെങ്കിൽ അത് മനുഷ്യ സമൂഹത്തിൻ്റെ ശാസ്ത്രമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. എന്നാൽ ആന്ത്രോപോളജി അല്ലെങ്കിൽ നരവംശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യനെ കുറിച്ച് ഉള്ള പഠനമാണ്. മനുഷ്യനാണ് കേന്ദ്ര കഥാപാത്രം. മനുഷ്യനും അവനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അവൻ്റെ ഭൗതികവും സാമൂഹികവും സാംസ്കാരികമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്ന ആ മനുഷ്യനെ കുറിച്ചാണ് നരവംശാസ്ത്രം പറയുന്നത്. അപ്പം ഈ രണ്ട് വിഷയങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് കണ്ടെത്തുക വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ചും ആന്ത്രോപോളജിക്ക് നമ്മുടെ സോഷ്യോളജിക്ക് പറയുന്ന പോലെ അത്രമാത്രം ഫിലോസഫിയിൽ, ഈ തത്വശാസ്ത്രത്തിൽ അത്രയും വേരുകളൊന്നുമില്ല. എന്നാൽ നമ്മുടെ സോഷ്യോളജിക്ക് തത്വശാസ്ത്രവുമായിട്ട് അധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് വേരുകൾ, വളരെ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്ന ഒരു വിഷയമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് സമൂഹത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. സോഷ്യോളജി സമൂഹത്തിൻ്റെ ശാസ്ത്രമാകുന്നു. ആ സമൂഹത്തിൻ്റെ ശാസ്ത്രമാകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യനൊരു ഘടകമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മനുഷ്യനും മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. എന്നാലും അത് പൊതുവായ ഒരു താത്വികമായിട്ടുള്ള രീതിയിൽ മനുഷ്യ സമൂഹത്തിനെ കുറിച്ചുള്ള ഒരു പഠനമായിട്ട് സോഷ്യോളജി നിലനിൽക്കുന്നു. അതേസമയം ആന്ത്രോപോളജി സ്പെസിഫിക് ആയിട്ട്, അതായത് വളരെ ശരിക്കും മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും അങ്ങനെ ഓരോന്നും അവൻ്റെ വളർച്ചയ്ക്ക് നിദാനമായി വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഊന്നിയുള്ള ഒരു പഠനമാണ്. ഇതാണത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അവയുടെ നിർവചനങ്ങളിലാണ് നമുക്കൊരു വ്യത്യാസം കണ്ടെത്താൻ പറ്റുന്നത്. അവർ കേന്ദ്രീകൃതമായിരിക്കുന്ന തലങ്ങളിലാണ് ഒരു വ്യത്യാസമുള്ളത്. മറിച്ച് അവയുടെ പഠനവും അവരുപയോഗിക്കുന്ന കാര്യങ്ങൾക്കുമെല്ലാം വളരെയധികം സാമ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തത് നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരു ആധുനിക സമൂഹത്തെക്കുറിച്ച് പറയും. ഒരു ആധുനിക സമൂഹം, ഇപ്പം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതിനകത്തൊക്കെ വന്നൊരു സംഭവം എന്ന് പറയുന്നത് ശാസ്ത്ര പുരോഗതിയെക്കുറിച്ച്. ശാസ്ത്ര പുരോഗതി, സാങ്കേതിക കാലഘട്ടത്തിലുണ്ടായ പുരോഗതികൾ, ഇപ്പം യൂറോപ്പിലുമൊക്കെ ഉണ്ടായ വിപ്ലവങ്ങളുടെ അടിസ്ഥാനത്തിലും ആ 14 മുതൽ 19-ാം നൂറ്റാണ്ട് വരെ നമുക്ക് ദൃശ്യമായിരുന്ന ഈ പുരോഗതിയുടെ ഈ കാലഘട്ടത്തിൽ നിന്നും മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ വന്നത് നമ്മൾ ചർച്ചയിട്ടായ. ജീവിത സാഹചര്യങ്ങളിൽ മാറി, അവൻ്റെ ഉൽപാദന രീതികളിൽ മാറ്റം വന്നു, അവൻ്റെ സമയത്തിനും അവൻ്റെ ചര്യകൾക്കുമെല്ലാം മാറ്റം വന്നു. അപ്പം ഒരു പരമ്പരാഗതമായിട്ടുള്ള ഗ്രാമീണ കർഷക സമൂഹത്തിൽ നിന്നും ആധുനികരായിട്ടുള്ള നഗര കേന്ദ്രീകൃതമായിട്ടുള്ള വ്യാവസായിക വിപ്ലവ ഉള്ള ഒരു സമൂഹത്തിലേക്ക് ഒരു മനുഷ്യരാശി മാറുകയായിരുന്നു. അത് വളരെ പതുക്കെ പതുക്കെ ആയിരുന്നെങ്കിൽ പോലും ഈ 4 നൂറ്റാണ്ടുകളും അതിന് വളരെയധികം സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ആധുനിക സമൂഹത്തിൽ നിന്നും നമ്മുടെ മനുഷ്യൻ, ആ പരമ്പരാഗത സമൂഹത്തിൽ നിന്നും മനുഷ്യൻ ആധുനിക ഒരു സമൂഹത്തിലേക്ക് മാറി. ആ കാലഘട്ടത്തിലൂടെയുള്ള പ്രയാണത്തിനാണ്
ആ ഓരോ മാറ്റം വരുന്ന സമൂഹത്തിൻ്റെ പുതിയ രീതികളെക്കുറിച്ച് പഠിക്കാനാണ് സോഷ്യോളജി എപ്പോഴും ശ്രമിക്കുന്നത്. എന്നാൽ നരവംശാസ്ത്രം എപ്പോഴും ശ്രമിക്കുന്നത് പരമ്പരാഗതമായിരുന്ന ചെറുകിടമായിരുന്ന ആ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായിട്ടും വളരെ പഴയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ സമൂഹത്തെക്കുറിച്ച് പഠിക്കാനായിരുന്നു നമ്മുടെ ആന്ത്രോപോളജി ശ്രദ്ധിച്ചത്. ഇപ്പം മോഡേണായിട്ട്, അതായത് വളരെ ആധുനികരായിട്ടുള്ള ഒരു സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതിനെക്കുറിച്ച് കൂടുതലായിട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നു. ഒരു വിഷയം പരമ്പരാഗതമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അങ്ങനെയായിരുന്നു തുടക്കകാലങ്ങളിൽ ഈ രണ്ട് പഠന മേഖലകളും വളർന്നു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് അതിന് മാറ്റം വന്നു. ഏകദേശം ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി നരവംശാസ്ത്രജ്ഞന്മാർ അവരുടെ പഠനം ആധുനിക കാലഘട്ടത്തിലേക്കും നഗര സമൂഹത്തിലേക്കും പറിച്ചു നട്ടു. അതുപോലെ സോഷ്യോളജി പഠനത്തിലെ പ്രമുഖരായ ആൾക്കാർ അവരുടെ പഠനത്തെ ആധുനിക കാലഘട്ടത്തിലെ പഠനങ്ങളിൽ നിന്നും തിരിച്ച് പരമ്പരാഗതമായിട്ടുള്ള വളരെ ലളിതമായ സമൂഹത്തിലേക്കും തിരിച്ചു കൊണ്ടു. ഇതാണ് കാലമേൽപ്പിച്ചൊരു മാറ്റം. ആദ്യകാലത്ത് ഈ വ്യത്യാസമുണ്ടായിരുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത് ആധുനിക സമൂഹത്തെക്കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരു ശാഖയായിട്ട്, അല്ലെങ്കിൽ ആധുനികരായിട്ടുള്ളവരെ, വികാസം പ്രാപിച്ചവരെ കുറിച്ച്, ആ ഒരു നല്ല പുതുമയുള്ള ഒരു സമൂഹത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. മറ്റവർ പരമ്പരാഗതമായ സമൂഹത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പക്ഷെ പിന്നീട് 20-ാം നൂറ്റാണ്ടിൽ എന്താ സംഭവിച്ചത്? ആ സമയത്തുണ്ടായിട്ടുള്ള നവോത്ഥാനങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഒരു ആകത്തുകയായിട്ട് രണ്ടു കൂട്ടരും അവരുടെ പഠനത്തിന്റെ രീതികളിൽ വ്യത്യാസം വരുത്തി. സോഷ്യോളജി പരമ്പരാഗത സമൂഹത്തിനെക്കുറിച്ചും ഗ്രാമീണ സമൂഹത്തെക്കുറിച്ചും പഠനം ആരംഭിച്ചപ്പോൾ ആന്ത്രോപോളജി, നരവംശാസ്ത്രം ആധുനിക സമൂഹത്തെക്കുറിച്ചും കൂടെ പഠനം. അപ്പൊ പഠന മേഖലകളിൽ കാലം അവരിൽ വേണ്ടത്ര മാറ്റം വരുത്തി എന്നുള്ളതാണ് സത്യം. ഇനി ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് നിർവചനങ്ങളിലുള്ളൊരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ ചിന്തകളുടെയും പ്രവർത്തനങ്ങളുടെയും തലങ്ങളിൽ ഒരു വ്യത്യാസമുണ്ടെന്നും പറഞ്ഞു. മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത് അവരുടെ മാർഗങ്ങളിലുള്ള ഒരു വ്യത്യാസമാണ്. മാർഗങ്ങളിൽ എന്താണ് മാർഗങ്ങളിൽ വ്യത്യാസം? ശരിക്കും സോഷ്യോളജി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് വളരെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തഡോളജി ആയിരുന്നു അവർ നോക്കിയത്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു സർവേ ഒക്കെ നടത്തി അതിൽ നിന്നും ആവശ്യത്തിന് വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ട് ആ ശേഖരിച്ച വിവരങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് നിലവിലുണ്ടായിരുന്ന സാങ്കേതിക വിദ്യയും കണക്കിൻ്റെ കളികളും കഴിവും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉത്തരത്തിലേക്ക് നയിക്കുന്ന ഒരു രീതിയാണ് സോഷ്യോളജിസ്റ്റ് ഉപയോഗിക്കുന്നത്. എന്നാൽ ആന്ത്രോപോളജിസ്റ്റ് കുറെ കൂടെ നരവംശാസ്ത്രം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. ഒന്ന്, അതിൻ്റെ അളവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇവിടെ അതിൻ്റെ ഗുണത്തിനായിരുന്നു പ്രാധാന്യം കൊടുക്കുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസം ഇപ്പോൾ ഒരു പാർട്ടിസിപ്പേറ്ററി ഒബ്സർവേഷൻ എന്നൊക്കെ പറയും. പാർട്ടിസിപ്പേറ്ററി ഒബ്സർവേഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പങ്കെടുപ്പിച്ചുകൊണ്ടാണ്, അവരെയും കൂടെ നമ്മുടെ കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഞാൻ പറയാം, ഒരു സമൂഹത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഈ നരവംശാസ്ത്രം എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ആ നരവംശാസ്ത്രത്തിൽ ഇഷ്ടമുള്ളവർ അവിടേക്ക് പോവുകയാണ്. അപ്പം ആ സമൂഹത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് അവരവിടെ പോകുന്നു, അവരോടൊപ്പം താമസിക്കുന്നു. അപ്പോൾ ഒരു ദീർഘകാലം അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് അവരോടൊപ്പം ജീവിച്ചുകൊണ്ടാണ് ആ ഒരു ഗുണപരമായിട്ടുള്ള ഒരു പഠനം നടത്തുന്നത്. അതാണ് നരവംശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അതിന് കൂടുതൽ സമയമെടുക്കുന്നു. അതുപോലെ തന്നെ അത് ഒരു ഗുണപരമായിട്ടുള്ള ഒരു പഠനത്തിലേക്കാണ് പോകുന്നത് നേരത്തെ കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഒരു സോഷ്യോളജിസ്റ്റാണ് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായും അത് നിലവിലുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ എല്ലാ ഉപാധികളും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ആ പഠനത്തിനെ കൂടുതൽ ഉപയുക്തമാക്കാമെന്നുള്ള രീതിയിലാണ് അവർ പരിശ്രമിക്കുന്നത്. അതിനുള്ള എല്ലാ പുതിയ പുതിയ മാർഗങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും അവർ ഉപയോഗിക്കുകയും
അതിൽ നിന്നും ആധുനികമായിട്ടുള്ള മാർഗങ്ങളിലൂടെ വിവരങ്ങൾ മാക്സിമം ശേഖരിക്കുകയും ആ വിവരങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ആ പഠനത്തിൻ്റെ ഒരു പരിണാമത്തിലേക്ക് എത്തിക്കാനായിട്ട് സോഷ്യോളജിസ്റ്റുകൾ ശ്രദ്ധിക്കണം. എന്നാൽ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു 20-ാം നൂറ്റാണ്ടിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ മെത്തഡോളജിയിലും അല്ലെങ്കിൽ ഈ ഉപയോഗിക്കുന്ന മാർഗത്തിലും പിന്നീട് വ്യത്യാസങ്ങളുണ്ടായി. കാരണം സോഷ്യോളജിസ്റ്റുകൾ ഈ പറയുന്ന അളവിന് അല്ലെങ്കിൽ ആ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പഠനത്തോടൊപ്പം തന്നെ കുറെ കൂടെ ഗുണമേന്മയുള്ള ഒരു മൂല്യം ആ ഒരു പഠന രീതിയിലേക്കും കൂടെ മാറ്റും. അതായത് അതിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവിടെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് അവിടെ ജീവിച്ചുകൊണ്ട് വിവരങ്ങൾ കണ്ടെത്തുന്ന ഒരു രീതിയിലേക്ക് സോഷ്യോളജി പഠനങ്ങൾ മെച്ചപ്പെട്ടു വരികയും അതുപോലെ തന്നെ ഈ പറയുന്ന പാർട്ടിസിപ്പേറ്ററി അല്ലെങ്കിൽ ഇഴകിച്ചേർന്നുള്ള അല്ലെങ്കിൽ അവിടെയൊക്കെ ആഴത്തിൽ ചെന്നുള്ള പഠനത്തോടൊപ്പം തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ എല്ലാവിധ മാർഗങ്ങളും കാര്യങ്ങളും ഉപയുക്തമാക്കിക്കൊണ്ടുള്ള ഒരു പഠന ശൈലിയിലേക്ക് സാമൂഹ്യ നരവംശ ശാസ്ത്രവും ഉയർന്നു വരാനായി തുടങ്ങി. അപ്പൊ ഈ കാലം അനുസരിച്ച് ഈ വിപ്ലവങ്ങളിലെല്ലാം ഉണ്ടായ ഒരു മാറ്റമെന്ന് പറയുന്നത് അതായിരുന്നു. അപ്പം നമുക്ക് പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏതൊരു വിഷയവും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും ഏറ്റവും നവീനവും നൂതനവുമായിട്ടുള്ള ഒരു സമയത്തേക്ക് പോകുന്നതിനിടയിൽ ആ കാലമേൽപ്പിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ അവിടെയുണ്ട്. ആ കാലമേൽപ്പിക്കുന്ന മാറ്റങ്ങൾ, ആ ചരിത്രത്തിൽ ഉണ്ടാകുന്ന ഏടുകളും അതിനകത്തുള്ള സംഭവ വികാസങ്ങളും സ്വാഭാവികമായും അറിഞ്ഞും അറിയാതെയും ഏതൊരു വിഷയത്തെയും ഏതൊരു സംഭവത്തെയും സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ സോഷ്യോളജിയും നരവംശാസ്ത്രവും കൈകാര്യം ചെയ്യുന്നത് മനുഷ്യരായതുകൊണ്ടും മനുഷ്യൻ ഉൾപ്പെടുന്നതാണ് സമൂഹം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഒരു കൂട്ടായ്മയാണ് സമൂഹം. സാമൂഹികമായ ചിന്താധാരയിലേക്ക് സോഷ്യോളജിയെ ചിന്തിക്കുമ്പോൾ മനുഷ്യനെ പ്രത്യേകമായി എടുത്തുകൊണ്ട് നരവംശാസ്ത്രവും ചിന്തിക്കുമ്പോഴും രണ്ടും ഒരേ കൂട്ടര് തന്നെയാണ്, ഒരേ ആൾക്കാർ തന്നെ ഉൾപ്പെടുന്ന ഒരു പഠന സാധ്യതയുള്ള ഒരു മേഖലയില് ചരിത്രത്തിൽ സംഭവിക്കുന്ന കാലഘട്ടത്തിന്റെ ഭാഗമായി സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റങ്ങൾ ഇതിനും ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ പഠനശാഖയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സോഷ്യോളജി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ഓരോ സമയങ്ങളിലും നമ്മുടെ ഇരട്ട സഹോദരിയായ ആന്ത്രോപോളജിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. നമ്മളുടെ പഠനമെന്ന് പറയുന്നത് അവരുടെ മേഖലകളിലേക്കും അവരുടെ പഠനമെന്ന് പറയുന്നത് നമ്മുടെ മേഖലകളിലേക്കും ഇഴചേർന്ന് കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ സാധ്യതകളുമൊക്കെ ഉപയുക്തമാക്കിക്കൊണ്ടുള്ള ഒരു പഠന രീതികളായിരിക്കണം നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നപരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും നമുക്ക് ആദിമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും കാലത്തിന്റെ പ്രയാണത്തിൽ ഉണ്ടായി വന്ന മാറ്റങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് വരുത്തിയത്, എന്തൊക്കെയാണ് അതിനകത്ത് പരിഗണിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ ഇന്നിന്റെ അറിവെന്ന് പറയുന്നത് നാളെ ഒരു തീരുമാനം, നാളെയെക്കുറിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കാനാണ് നമ്മെ സഹായിക്കുന്നത് എന്ന ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ഓരോ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഓരോ സോഷ്യോളജി പഠിതാക്കളും മുന്നോട്ട് പോകാം. ഇനി നമുക്ക് സോഷ്യോളജിയും ആന്ത്രോപോളജിയും സാമൂഹ്യ നരവംശാസ്ത്രത്തിനെയും അതിൻ്റെ ചില പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെ ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. സോഷ്യോളജി പ്രധാനമായിട്ടും പൊതുവെ പറഞ്ഞാൽ ആധുനിക സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നു. ആധുനിക സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ താല്പര്യപ്പെടുന്നു. സമൂഹത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ താല്പര്യപ്പെടുന്നു. അതുവഴി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാനാണ് സോഷ്യോളജി ശ്രമിക്കുന്നത്. എന്നാൽ ആന്ത്രോപോളജി ആദിമ സമൂഹത്തെക്കുറിച്ച് പറയുന്നു, ആദിമ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നു. അതുപോലെ തന്നെ നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ആന്ത്രോപോളജി അല്ലെങ്കിൽ നരവംശാസ്ത്രം പഠിക്കുന്നത്. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ സമൂഹത്തിന്റെ വ്യത്യസ്തമായ തലങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതിനകത്ത് വന്നൊരു കാര്യമുണ്ട്. മനുഷ്യനൊരു സമൂഹ ജീവിയായിട്ട് വരുമ്പോൾ മനുഷ്യന്റെ ഇടപെടലുകളും ബന്ധങ്ങളുമാണ്
സാമൂഹ്യശാസ്ത്രം എന്ന് പറഞ്ഞു, സോഷ്യോളജി എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞു. മനുഷ്യന്റെ പരസ്പരമുള്ള ബന്ധപ്പെടലുകളും അവന്റെ ഇടപെടലുകളും അതിന് അത്യാവശ്യമായി അനുവർത്തിക്കേണ്ടുന്ന സാഹചര്യങ്ങളും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുമാണ് സോഷ്യോളജി പഠന വിഷയമാക്കുന്നെന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ ഒരു മനുഷ്യൻ അതിനകത്ത് ഏർപ്പെടുന്ന എല്ലാ തലങ്ങളെക്കുറിച്ചും ഒരു പഠനം നടത്തിയിരിക്കണം, സോഷ്യോളജി നടത്തിയിരിക്കണം. അതുകൊണ്ട് തന്നെ പഠനത്തിന്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച്, ഈ സമൂഹത്തിന്റെ വ്യത്യസ്തമായ പ്രശ്നങ്ങളെക്കുറിച്ച് എന്താണ് എന്ത് മാറ്റമാണ് നമുക്ക് വരുത്താൻ പറ്റുന്നത് എന്ന ഒരു കാര്യവും ഒരു സോഷ്യോളജി പഠിതാവ് എന്ന നിലയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വിഷയത്തിന് അതിനെക്കുറിച്ച് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് പറ്റണം. അതേസമയം ആന്ത്രോപോളജി സമൂഹത്തിന് മൊത്തത്തിൽ, അതായത് ആദിമ കാലഘട്ടത്തിലുള്ള ആ സമൂഹത്തിന്റെ മൊത്തം പ്രശ്നങ്ങളെ ഒരു കൂട്ടമായി എടുത്തുകൊണ്ടാണ് അത് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ജൈവികപരമായിട്ടുള്ള, ശാരീരികവും ഘടനാപരവുമായിട്ടുള്ള സവിശേഷതകളെ കുറിച്ച് പഠിച്ചിട്ട് ആ ഘടനാപരമായ സവിശേഷതകൾ എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ഒരു സ്വഭാവ രൂപീകരണം ഉണ്ടാവുന്നത് എന്നാണ് ഇതിനകത്തേക്ക് വരുന്നത്. സോഷ്യോളജി നമ്മുടെ സാമൂഹികമായ ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നു, സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ഇനി വരും കാലങ്ങളിൽ എന്ത് ചെയ്യണം എന്ന നിർദ്ദേശം സോഷ്യോളജി നമുക്ക് തരുന്നു. കാരണം ഈ പറയുന്ന വിവരശേഖരണത്തിലൂടെ, സർവേകളിലൂടെയൊക്കെ ഈ എങ്ങനെയാണ് നമുക്ക് പുതിയ നാളത്തേക്ക് എന്ത് നിർദ്ദേശങ്ങൾ നൽകാൻ പറ്റും, നാളെ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് നാളത്തെ ഒരു കാലഘട്ടത്തിലേക്കുള്ള പ്രയാണത്തിൽ എന്ത് മാറ്റങ്ങളൊക്കെ നമുക്ക് ആർജിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത് മുൻകാല ബന്ധങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. പഴയ കാലത്ത്, അന്നത്തെ കാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നു, അന്ന് എങ്ങനെയായിരുന്നു, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്തായിരുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പൊ ആ ഒരു പഠനത്തിലാണ് അത് എങ്ങനെയാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വന്നു എന്ന് പറയുന്ന ഒരു പഠനം. അപ്പം നമ്മൾ താത്വികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള കൂടുതൽ താല്പര്യം ആന്ത്രോപോളജി കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യോളജി പുതുമയിലേക്ക് പോകുന്ന ഒരു പ്രയാണമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ സംസ്കാരങ്ങളെ കുറിച്ചുള്ള പഠനം വളരെ വിശാലമായ രീതിയിൽ, വളരെ ആർജവത്തോടു കൂടിയാണ് സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നത്. ആ നാഗരികതയെക്കുറിച്ച്, സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നാഗരികതയെക്കുറിച്ച് പറയാനാണ് സോഷ്യോളജി ശ്രമിക്കുന്നത്. അതേസമയം ആന്ത്രോപോളജി ആ കാലഘട്ടത്തിൽ വരുന്ന സാംസ്കാരികമായ പ്രത്യേകതകളെക്കുറിച്ച്, ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എളിയ സംസ്കാരത്തിന്റെ ഇടുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. ഇത്തരത്തിൽ വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം ശ്രദ്ധാപൂർവം നോക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. അപ്പം ഒരുമിച്ച് പോകുന്ന ഈ രണ്ട് വിഷയങ്ങളെയും നമുക്ക് മനസ്സുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സോഷ്യോളജിയുടെ മറ്റ് വിഷയങ്ങളിലുള്ള ബന്ധങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി സോഷ്യോളജിയെക്കുറിച്ച് പറയുമ്പോഴാണ് ഇനി സൈക്കോളജിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയണം. മനഃശാസ്ത്രം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സോഷ്യോളജി പഠിക്കുന്നിടത്ത് എന്താണ് ഈ മനഃശാസ്ത്രത്തിന് പ്രത്യേകത, അല്ലെങ്കിൽ അതിലെന്താണ് ഇപ്പം ഇത്ര സ്ഥാനം എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കും. കാരണം മനുഷ്യന്റെ മനസ്സിലുള്ളത് എന്താണോ അതല്ലേ മനഃശാസ്ത്രം. അപ്പം മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ എങ്ങനെയാണ് മനഃശാസ്ത്രത്തിനെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പൊ ഏകദേശം 1878 കൂടി തന്നെ നമ്മുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നതും ഒരു സ്വാഭാവികമായിട്ടുള്ള സ്വതന്ത്രമായി നിലനിൽപ്പുള്ള ഒരു പഠന വിഷയമായി മാറിയിരുന്നു. വളരെ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് മനഃശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ മനഃശാസ്ത്രവുമായിട്ട് നമ്മുടെ സോഷ്യോളജി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിലേക്കാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. 1878 തന്നെ സ്വതന്ത്രമായ ഒരു അസ്തിത്വം ഉറപ്പിച്ചുകൊണ്ട് വന്ന ഒരു വിഷയമായിരുന്നു മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഇത് വളരെ ശാസ്ത്രത്തെ പോലെ തന്നെ, മനഃശാസ്ത്രം എന്ന് പറയുന്നതിനകത്ത് തന്നെ ശാസ്ത്രമുണ്ട് അല്ലേ. അപ്പൊ ഒരു ശാസ്ത്രീയ പഠന രീതിയായിരുന്നു മനഃശാസ്ത്രവും അനുവർത്തിച്ചിരുന്നത്. ഈ വളരെ കൃത്യമായിട്ട് ഉള്ള ഈ പഠന രീതിയിലൂടെ എന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നു വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തെക്കുറിച്ച്, അവന്റെ അനുഭവങ്ങളെക്കുറിച്ച്. ഒരു മനുഷ്യന്റെ സ്വഭാവം എന്ത്, അവന്റെ ഈ സ്വഭാവത്തിൽ നിന്ന് എന്താണ് ഒരു മനുഷ്യന്റെ സ്വഭാവം,
എന്താണ് അവൻ്റെ ഒരു അനുഭവം, ഈ അനുഭവങ്ങൾ എങ്ങനെ അവരെ സ്വാധീനിക്കുന്നു എന്നുള്ളതായിരുന്നു മനഃശാസ്ത്രം വിമർശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വഭാവത്തിന്റെ ശാസ്ത്രമെന്നാണ് മനഃശാസ്ത്രം അറിയപ്പെടുന്നത്. മനുഷ്യന്റെ സ്വഭാവത്തിനെ കുറിച്ച് പഠിക്കുന്നതായതുകൊണ്ടാണ് അതിനെ സ്വഭാവത്തിന്റെ ശാസ്ത്രം എന്ന് പറയുന്നത്. സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ ശാസ്ത്രമാണ്. മനുഷ്യന്റെ ശാസ്ത്രവും ആ മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അത് തന്നെ വളരെ പഠനപരമായിട്ടുള്ള അറിവാർജിക്കത്തക്ക, അതിനകത്തുനിന്ന് ആ ഒരു അറിവാർജിക്കുന്ന ഒരു പ്രക്രിയയിലൂടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്ന ഓരോ സമയത്തും അവൻ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളിലൂടെയും അവൻ ഏർപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും ആ മനുഷ്യന്റെ മാനസികമായിട്ടുള്ള തലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, അതെങ്ങനെ ഗുണപരമായിട്ടോ പ്രതികൂലമായിട്ടോ ഒരു മനുഷ്യനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അവൻ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അവന്റെ സ്വഭാവത്തിലും അവന്റെ സംസ്കാരത്തിലും അവന്റെ നാഗരികതയിലും അവന്റെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയിലും എന്തെങ്കിലും സ്വാധീനം ചെലുത്തുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ചിന്തകൾ കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്വഭാവത്തിന്റെ ശാസ്ത്രമായ മനഃശാസ്ത്രത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ഓരോരുത്തരുടെയും മനസ്സിൽ അതൊരു നിരീക്ഷണമായിട്ടാണ് വരുന്നത്. നിരീക്ഷണം, അതുപോലെ തന്നെ അറിവാർജിക്കൽ. ഈ നിരീക്ഷണങ്ങളിലൂടെ അവയുടെ വിശകലനങ്ങളിലൂടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമ്മളത് എത്തിക്കുകയാണ്. അങ്ങനെയല്ലേ നമ്മൾ ഓരോ സ്വഭാവങ്ങളും, ഇപ്പൊ സ്നേഹം, സഹിഷ്ണുത തുടങ്ങിയ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകുന്നത്, നമ്മുടെ സ്വഭാവത്തിന്റെയും നമ്മളുടെ രീതികളുടെ ഒരു ഭാഗമാകുന്നത് എങ്ങനെയാണ്? പല സമയങ്ങളിലായി ജീവിതത്തിന്റെ പല ചെറുപ്പകാലം മുതൽ, നമ്മുടെ ശൈശവകാലം മുതൽ നമ്മുടെ ഇക്കാലം അത്രയും നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യങ്ങളിൽ നിന്നും നമ്മുടെ മാനസികമായ തലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവം എന്ന് പറയുന്നത്, ആ മനസ്സിനുണ്ടാകുന്ന മാറ്റം. അപ്പൊ അത് നിരീക്ഷണമാവാം, പരീക്ഷണങ്ങളിലൂടെയും വിശകലനങ്ങളിലൂടെയും ആർജിക്കുന്ന അറിവാകാം. ഇത് നമ്മളുടെ ആത്മീയമായ തലത്തിലും വൈകാരികമായ തലത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വരുത്തുകയാണ്. സ്വഭാവത്തിൽ ആ സ്വഭാവമാണ് നമ്മളൊരു സമൂഹത്തിൽ ഉപയോഗിക്കുന്നത്. ഒരു സമൂഹം എങ്ങനെ നല്ല രീതിയിൽ ഒരു മനുഷ്യന്റെ സമൂഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓരോ മനുഷ്യന്റെയും മാനസിക തലങ്ങളിലുള്ള പ്രത്യാഘാതങ്ങളും അതിലുണ്ടാകുന്ന ഓരോ സംഭവങ്ങളും ആ മനുഷ്യൻ എങ്ങനെയാണ് ഒരു സമൂഹ ജീവിയായി വർത്തിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനഃശാസ്ത്രത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ടോ അല്ലെ മനഃശാസ്ത്രത്തിൽ നിന്നും മാറി നിന്നുകൊണ്ടോ നമുക്ക് മനഃശാസ്ത്രം അറിയാത്തടത്ത് ഒരു കാര്യത്തോ മനഃശാസ്ത്രത്തെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ സോഷ്യോളജി മുന്നേറുന്നത്. അപ്പം സാമൂഹ്യമായൊരു ചുറ്റുപാടെന്ന് പറയുന്നത്, നല്ല ഉപയുക്തമായിട്ടുള്ളൊരു സാമൂഹ്യ ചുറ്റുപാടുണ്ടാകണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലുള്ള ഓരോ മനുഷ്യന്റെയും മനസ്സിന്റെ നിലയെന്ന് പറയുന്നത്, മനസ്സിന്റെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്, മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു തലത്തിൽ ആയിരുന്നാൽ മാത്രമേ നല്ല ശക്തിയുള്ള ആരോഗ്യമുള്ള ബുദ്ധിയുള്ള സമൂഹത്തിന്, ഗുണമുള്ള ഒരു സമൂഹത്തിനെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ മനഃശാസ്ത്രവുമായിട്ട് നമ്മുടെ സോഷ്യോളജിയുടെ അല്ലെങ്കിൽ സോഷ്യോളജി മനഃശാസ്ത്രവും കൂടെ ചേർന്നുകൊണ്ട് ഒരു പുതിയ ചിന്താധാര സൃഷ്ടിക്കാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി സോഷ്യോളജിയും മനഃശാസ്ത്രവും തമ്മിലുള്ള ബന്ധം. രണ്ടു പേരും സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഒരു അടിസ്ഥാനപരമായ രണ്ട് വിഷയങ്ങളായിട്ട് തന്നെ കൂട്ടാം. രണ്ടും ശാസ്ത്രമാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. രണ്ട് കൂട്ടരും ഉപയോഗിക്കുന്നത് ശാസ്ത്രീയമായ മാർഗദർശനങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പ്രകൃതി ശാസ്ത്രത്തിന്റെ ആവിർഭാവത്തോടു കൂടി തന്നെ ശാസ്ത്രീയമായ ഒരു മാർഗരേഖ ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ട് സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും പഠിച്ചുകൂടാ എന്ന ചിന്ത ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിയറീസ് ഉണ്ടാകാനായിട്ട് ഇടയാക്കി എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ചയുണ്ടായി. അതുപോലെ തന്നെ മനഃശാസ്ത്രപരമായ തിയറങ്ങളും അതോടനുബന്ധിച്ച് വന്നിട്ടുള്ള പഠനങ്ങളും കാര്യങ്ങളുമൊക്കെ ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് വളരെ നല്ല ഒരു മനുഷ്യനാക്കി മാറാനായിട്ട് അവർക്ക് പറ്റുക. അവരൊരു മനുഷ്യനാക്കി മാറുന്നതിന് ഒരു മാനസികമായ ഒരു തലത്തിലേക്ക് വരുമ്പോൾ അവരിലുണ്ടാകുന്ന സ്വഭാവ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആ പറയുന്ന കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ തുടക്കം മുതൽ തന്നെ
രണ്ട് വിഷയങ്ങളും നമ്മൾ ആന്ത്രോപോളജിയെ പറയുന്നതിനെ പോലെ തന്നെ സോഷ്യോളജിയെക്കുറിച്ചും മനഃശാസ്ത്രത്തെക്കുറിച്ചും പറയുമ്പോൾ തന്നെ രണ്ടുപേരും മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. മനുഷ്യന്റെ ജീവിതത്തിന് ഉപയുക്തമാക്കുന്ന വ്യത്യസ്ത ഭാഗങ്ങളെക്കുറിച്ചും തലങ്ങളെക്കുറിച്ചും ഒക്കെ അത് ചേരുന്നു. അപ്പം ഇതിനകത്ത് നമുക്ക് പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പലപ്പോഴും മനഃശാസ്ത്രം അതിന്റെ ചില ചോദനകളെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. ഒരു മനുഷ്യന്റെ ഓരോ ചോദനകൾക്കനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതിനകത്തൊരു ഉദാഹരണം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റ് ജീവജാലങ്ങൾ, ഇപ്പം നമ്മൾ പക്ഷികളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ പക്ഷികളുടെ ഒരു പ്രത്യേകത ഉണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഒരു കൂടുണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരത്തിനിടയിൽ ഈ ജീവിതത്തിൽ, അതായത് ഈ ഭൂമിയിൽ അവർക്ക് അനുവദിച്ചിരിക്കുന്ന ജീവിതം ജീവിച്ചു തീർക്കുന്ന ഈ സമയത്തിനുള്ളിൽ അവരുടെ ഒരു ചോദനയായിട്ടാണ് ഈ കൂടുണ്ടാക്കുക എന്ന് പറയുന്ന കാര്യം. പല വ്യത്യസ്തമായ രീതിയിലും നിശ്ചിതമായ ഒരു ശ്രേണി രീതിയിലുമൊക്കെ ഒരു പ്രത്യേകമായ ഒരു രീതിയിൽ തന്നെ കൂടുകളും വീടുകളും ഒക്കെ ഉണ്ടാക്കുന്ന ജീവജാലങ്ങളെ കുറിച്ച് നമുക്കറിയാം. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ലല്ലോ. മനുഷ്യനൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ഉള്ളിലുള്ള ചോദനകളെ മാത്രം വെച്ചുകൊണ്ടല്ല മനുഷ്യൻ ചിന്തിക്കുന്നത്. ഞാനൊരു വീടുണ്ടാക്കുന്നു എന്ന് ചിന്തിക്കുന്ന സമയത്ത് എൻ്റെ പശ്ചാത്തലം, എൻ്റെ സാമ്പത്തിക സാമൂഹ്യ ചുറ്റുപാടുകൾ, എൻ്റെ സംസ്കാരം, ഇത്തരത്തിലുള്ള ഈ സമൂഹത്തിൽ നിന്നും ഞാൻ ആർജിച്ചെടുത്തിരിക്കുന്ന ഇത്രയും കാലത്തെ എൻ്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് ചുറ്റുപാടുമുള്ള ജീവിതത്തിൽ നിന്നും ഞാൻ ആർജിച്ചിരിക്കുന്ന അറിവിൽ നിന്നും എനിക്കുണ്ടായിട്ടുള്ള സ്വഭാവ രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ ഒരു സൃഷ്ടികർമ്മത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോകുക. അപ്പൊ നിലനിൽപ്പിന്റെ ഒരു സമരത്തെക്കുറിച്ചോ നിലനിൽപ്പിനെ കുറിച്ചോ പറയുന്ന സമയത്ത് മനുഷ്യനല്ലാതുള്ളൊരു മറ്റൊരു ജീവജാലങ്ങളുടെ രീതികളല്ല ചോദനയിൽ അധിഷ്ഠിതമായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് തൻ്റെ ഉള്ളിലുള്ള ചോദനകളെ തൻ്റെ സമൂഹത്തിലേക്കും തൻ്റെ ചുറ്റുപാടിലേക്കും ബന്ധപ്പെടുത്തി അതിനെ പരിശോധിച്ച് പഠിച്ച് അറിഞ്ഞിട്ട് സ്വന്തമായ ഒരു നിഗമനത്തിലൂടെ തൻ്റെതായിട്ടുള്ള ഒരു സൃഷ്ടിയിലേക്ക് പുറപ്പെടുന്ന മനുഷ്യനാണ്, ആ മനുഷ്യ സമൂഹമാണ് നമ്മൾ പഠന വിധേയമാക്കുന്നത്. ആ പഠന സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് തന്നെ ആ മനുഷ്യന്റെ മാനസികമായിട്ടുള്ള രൂപീകരണങ്ങളെ കുറിച്ചും അവന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചും പഠിക്കുക എന്നുള്ളതും ഒരു സോഷ്യോളജിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ മനുഷ്യൻ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ പറയുന്ന സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയാണ് പഠിച്ചിട്ടുള്ളത്. ഒരു സമൂഹ ജീവിയായി ജീവിച്ചിട്ടാണ് മനുഷ്യൻ പഠിക്കുന്നത്. ഏറ്റവും കൂടുതൽ സാമൂഹ്യ ജീവിതമുള്ള ഒരു ജീവി എന്ന് പറയുന്നത് തന്നെ മനുഷ്യൻ തന്നെയാണ്. അപ്പം ഈ സമൂഹത്തിൽ ജീവിച്ചിട്ടാണ്, അതായത് സ്വന്തമായ ചോദനകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കാനും പറയാനും പഠിക്കാനും പ്രവർത്തിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ ഈ സമൂഹത്തിൽ ആ സമൂഹം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന്റെ നിലവാരത്തിനും സംസ്കാരത്തിനും അതിൻ്റെ നാഗരികതയ്ക്കും അനുസരിച്ചിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കണം എന്നിൽ നിന്ന് വരേണ്ടതെന്ന് പറയുന്ന ഒരു ചിന്ത ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉടലെടുക്കുന്നത് കൊണ്ടാണ് ഒരു സമൂഹ ജീവിയായിട്ട് ഒരു മനുഷ്യന് നിലനിൽക്കാനായിട്ട് സാധിക്കും. ആ സാമൂഹിക പശ്ചാത്തലം അവൻ പഠിച്ചെടുത്തത്, ആ നാഗരികതയും സംസ്കാരവും അവരിൽ വേരൂന്നുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഓരോ സംഭവങ്ങളിലൂടെയും അവന്റെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെയാണ് ഒരു നല്ല സമൂഹ ജീവിയായി ഇന്നും മനുഷ്യന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ ഭൗതികമായിട്ടുള്ള ചുറ്റുപാടുകളും അവന്റെ മാനസികമായ തലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഇതേൽപ്പിക്കുന്ന ആഘാതങ്ങളും പ്രത്യാഘാതങ്ങളും എല്ലാം നല്ല രീതിയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മനഃശാസ്ത്രവും സോഷ്യോളജിയും ഇത്രമാത്രം ഇഴചേർന്നിരിക്കുന്നു. കാരണം ഒരു മനുഷ്യനെ കുറിച്ച് പഠിക്കണമെങ്കിൽ, മനുഷ്യൻ ഉൾപ്പെടുന്ന സമൂഹത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ മാനസികമായിട്ടുള്ള സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം അത്യന്താപേക്ഷിതമാണ് എന്ന ഒരു ചിന്തയിൽ നിന്നാണ് സോഷ്യോളജിയിൽ നിന്നും മനഃശാസ്ത്രത്തിൽ നിന്നും ഒരുമിച്ച് ഉള്ള ആശയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വന്ന ഒരു പഠനശാഖയാണ് സാമൂഹിക മനഃശാസ്ത്രം. അപ്പം മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കാൻ ശരിക്കും നമ്മുടെ ഈ നാച്ചുറൽ സയൻസിന്റെ പ്രകൃതിശാസ്ത്രത്തെ കുറിച്ചൊക്കെ 19-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ സാമൂഹിക മനഃശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതേ കാര്യം തന്നെയാണ്. അതായത് ശരിക്കും ശാസ്ത്രീയമായിട്ട് എങ്ങനെ ഒരു മനുഷ്യന്റെ മാനസിക തലങ്ങളെ കുറിച്ച് പഠിക്കുകയും
അല്ലെങ്കിൽ ആ അനുഭവങ്ങൾ അവരിൽ ഉപയുക്തമാക്കിക്കൊണ്ട് ഒരു നല്ല സമൂഹം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്ന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് സാമൂഹിക മനഃശാസ്ത്രം. പലപ്പോഴും പഠനത്തിന്റെ പല മേഖലകളും നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഇത്തരത്തിൽ ഇഴചേർന്ന് കിടക്കുന്ന വിഷയങ്ങൾ ചേർന്ന് പുതിയ ചില വിഷയങ്ങളുടെ ആവിർഭാവം ഉണ്ടാവുകയാണ്. ഒരു പുതിയ പഠന മേഖല തന്നെയായിട്ട് അത് രൂപപ്പെടുകയാണ്. അപ്പൊ ശാസ്ത്രീയമായ പഠനമായിരുന്നു സോഷ്യോളജി സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രീയമായ മാർഗനിർദ്ദേശങ്ങളും പഠന രീതികളും ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേപോലെ തന്നെ മനഃശാസ്ത്രം തന്റെ പഠനത്തിനും മേഖലകളിലേക്കും ശാസ്ത്രീയമായ ധാരാളം രീതികൾ ഉപയുക്തമാക്കിക്കൊണ്ട് തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ മുന്നേറുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു സാമൂഹിക ശാസ്ത്രജ്ഞനായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അവിടെ സാമൂഹിക മനഃശാസ്ത്രത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ടെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കും. അതുകൊണ്ട് തന്നെ സോഷ്യോളജിയും മനഃശാസ്ത്രവും ഒരുമിച്ച് ചേർന്ന ഈ സാമൂഹിക മനഃശാസ്ത്രം എന്ന് പറയുന്ന പഠന മേഖലയില് തീർച്ചയായും നമ്മുടെ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴും സങ്കുചിതമായിട്ടുള്ള ഒരു ചിന്താഗതികളിൽ നിന്നും മാറി വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്കും ഒരു ഫ്രെയിമിലേക്കും പോകുന്ന ഒരു രീതിയിലാണ് നമ്മളുള്ളത്. അപ്പൊ മാനസികമായ തലങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ സ്വാഭാവികമായി ഉണ്ടാകുന്ന മാറ്റത്തിന്റെ പ്രക്രിയകൾ, അതായത് മനഃശാസ്ത്രപരമായ കാര്യമായിക്കോട്ടെ, സാമൂഹികമായിട്ടുള്ള കാര്യമായിക്കോട്ടെ, സമൂഹത്തിന്റെ തന്നെ കാരണങ്ങളായിക്കോട്ടെ, എന്തു തന്നെയാണെങ്കിൽ പോലും ഈ പറയുന്ന കാലത്തിന്റെ മാറ്റങ്ങളനുസരിച്ച് നാം ഇന്ന് ജീവിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ സ്വഭാവത്തിലേക്ക് എത്തിച്ചേർന്ന പുരാതനമായ കാര്യങ്ങൾ എന്തെന്നുള്ള ചിന്തയും ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നാളെയിലേക്കുള്ള പ്രയാണത്തിലേക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളും നമ്മുടെ ചിന്തയിൽ ഉപയുക്തമാക്കി വരേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ രണ്ടിന്റെയും ഒരു പരസ്പര പൂരകമായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയെക്കുറിച്ചും നമ്മൾ വളരെ വിശദമായിട്ട് ഇതിൽ പഠിക്കുന്നുണ്ട്. ഒരു വ്യക്തിയെക്കുറിച്ച്, കാരണം മനഃശാസ്ത്രം എന്ന് പറയുന്നത് ആ ഓരോ വ്യക്തിയുടെ മനസ്സിനെ ആഴത്തിൽ പഠിക്കുന്നുണ്ട്, സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരു വ്യക്തിക്കുണ്ടാകുന്ന മാനസിക തലങ്ങളിലെ മാറ്റങ്ങളെ കുറിച്ചും പഠിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു സാമൂഹികമായ പശ്ചാത്തലത്തിൽ പഠിക്കണം എന്ന് വിവക്ഷിക്കപ്പെടുമ്പോൾ ഒരു സാമൂഹിക മനഃശാസ്ത്രമായിട്ടത് മാറും. അപ്പോൾ ഒരു പഠന മേഖലയും സങ്കുചിതമായ ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നേറുന്നില്ല. ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും കാലഘട്ടത്തിൻ്റെതായ പുനരുദ്ധാരണങ്ങളിലും മാറ്റങ്ങളിലും നവോത്ഥാനങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒരു വിഷയങ്ങൾക്കും മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നരവംശാസ്ത്രം അവരുടെ പഠന രീതികളിൽ വ്യത്യാസം വരുത്തി ആദ്യകാലത്തുള്ള സോഷ്യോളജി പഠന രീതികളിൽ പിന്നീട് കാലത്തിനനുസരിച്ച് ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ എല്ലാ കാര്യങ്ങളും ഉപയുക്തമാക്കിക്കൊണ്ടുള്ള ഒരു പഠന രീതിയിലേക്ക് സോഷ്യോളജി മാറി. അതോടൊപ്പം തന്നെ വളരെ പ്രമുഖമായിട്ടുള്ള മനഃശാസ്ത്രത്തെ അതിൻ്റെ എല്ലാ ആശയങ്ങളും ഗുണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഒരു സമൂഹം, നല്ല സമൂഹം കെട്ടിപ്പടുക്കുന്ന ഈ പ്രയാണത്തിനകത്ത് നമ്മൾ ഉപയുക്തമാക്കുക, നമ്മൾ പഠിക്കുകയാണ് അതും കൂടെ. അപ്പോൾ ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഒരിക്കലും സമൂഹത്തെക്കുറിച്ചോ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഒരു സോഷ്യോളജിസ്റ്റ് എന്ന നിലയിൽ മനുഷ്യന്റെ മാനസികമായിട്ടുള്ള തലങ്ങളെക്കുറിച്ചോ അവന്റെ മാനസികമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ പ്രത്യേകതകളെക്കുറിച്ചോ ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്തിടത്തോളം കാലം സാമൂഹികമായിട്ടുള്ള ഒരു പുതിയ കെട്ടുറപ്പിനെ കുറിച്ചോ പുതിയൊരു കണ്ടെത്തലിനെ കുറിച്ചോ പുതിയൊരു നവോത്ഥാനത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. ഇവയൊക്കെ വളരെയധികം പരസ്പരം ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുക? എങ്ങനെയാണ് ഈ പറയുന്ന ഒരു മാനസികമായിട്ടൊരു നല്ല സമൂഹത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റുന്നത്? ഇപ്പൊ നമ്മൾ പറയുന്നത് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ധാരണയുണ്ട്, ഒരു ഇമാജിനേഷൻ ഉണ്ടാവണം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഇത് പറ്റും. അപ്പം എങ്ങനെയാണ് ഒരു വരുംകാല സമൂഹം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുന്ന സമയത്ത്, വരുംകാല സമൂഹം എങ്ങനെയാണെന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് ഇന്നത്തെ സമൂഹം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു രക്ഷിതാവ് ഇപ്പൊ ഒരു മകനെക്കുറിച്ചോ മകളെക്കുറിച്ചോ ചിന്തിക്കുന്ന സമയത്ത് എൻ്റെ കുട്ടി നാളെ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളുള്ള ഈ സമൂഹം നാളെ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുന്ന സമയത്ത് എൻ്റെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ മൂല്യങ്ങൾ
അതിൽ ഞാൻ അനുവർത്തിച്ചു വന്നിരുന്ന പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങൾ, രീതികൾ ഒരു പഠന വിഷയമായിട്ട് എടുക്കേണ്ടി വരും. ഇതിനെയാണ് സാമൂഹികമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ ചില മൂല്യങ്ങൾ, നമ്മൾ കുടുംബത്തിൽ നിന്ന് പഠിച്ചു വന്ന ചില കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ വരും സമൂഹത്തിലേക്ക് കൊണ്ടുപോകണം. അതായത് ഇന്ന് നമ്മൾ ഉപയുക്തമാക്കിയിരിക്കുന്ന പല കാര്യങ്ങളും ഇന്നലകളിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ്. ഇന്നലകളിൽ നിന്നും പഠിച്ച പലതും ഇന്ന് നമ്മൾ ഉപയുക്തമാക്കുമ്പോൾ, ഇന്ന് നമ്മൾ ഉപയുക്തമാക്കുന്ന ഈ അറിവും അതോടൊപ്പം ഈ കാലഘട്ടം സംഭാവന ചെയ്യുന്ന അറിവിൻ്റെ പുതിയ വഴിത്തിരിവുകളും നാളെയുടെ രീതികൾ എങ്ങനെ ആയിരിക്കണമെന്ന് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു സമൂഹ ജീവി എന്ന നിലയിൽ സമൂഹത്തിന് അതിൻ്റെതായിട്ടുള്ള ചില നിബന്ധനകളുണ്ട്, ചില ധാരണകളുണ്ട്. ഒരു സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ മനുഷ്യൻ എങ്ങനെയായിരിക്കണം? ഒരു സമൂഹ ജീവിയായിട്ട് ഒരു മനുഷ്യൻ അനുസരിക്കുകയും അനുവർത്തിക്കേണ്ടതുമായിട്ടുള്ള ചില പ്രത്യേകമായിട്ടുള്ള ധാരണകളും നിബന്ധനകളെയും അടിസ്ഥാനമാക്കിയാണ് തീർത്തും ആത്മീയ ചോദനകളുടെ വിളികൾക്കും അപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നത്. അതാണ് സാമൂഹികമായിട്ടുള്ള മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളും നിബന്ധനകളും ഒരു സമൂഹം നമ്മളിൽ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് സാധ്യമായിട്ടുള്ള എല്ലാ ചുറ്റുപാടുകളെ കുറിച്ചുമാണ് ചിന്തിക്കുന്നത്. സാധ്യമായിട്ടുള്ള എല്ലാ സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് എങ്ങനെ കൂടുതൽ നല്ല ഒരു സ്വഭാവ സവിശേഷതകളിലേക്ക് പോകാം, എൻ്റെ സമൂഹത്തിന് ഉപയുക്തമാകുന്ന ഒരു വ്യക്തിയായി മാറാനായി ഓരോ മനുഷ്യനും പരിശ്രമിക്കുമ്പോൾ ഓരോ മനുഷ്യനും ചേർന്ന് ഒരു സമൂഹം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ നന്നാവാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ സമൂഹവും നന്നാവും. അല്ലാതെ സമൂഹം നന്നായി കഴിയുമ്പോഴല്ല നമ്മൾ നന്നാവുന്നത്. നമ്മൾ ഓരോരുത്തരിലും നിക്ഷിപ്തമായിട്ടുള്ള ഒരു കർത്തവ്യം എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും പരമ്പരാഗതമായിട്ടുള്ള മൂല്യങ്ങളെക്കുറിച്ചും സമൂഹത്തിന്റെ ചില നിർദ്ദേശങ്ങളെയും അനുസരിച്ച് ജീവിക്കാനും അതനുസരിച്ച് പൊരുത്തപ്പെട്ടു പോകാനുമുള്ള ഒരു രീതികള്, ഒരു തീരുമാനം നമ്മൾ എടുക്കുന്ന സമയത്ത് അത് നമ്മുടെ സമൂഹത്തിൽ പ്രതിഫലിക്കുക, നാം ഉൾപ്പെടുന്ന സമൂഹത്തിൽ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകും. അതന്നെയാണ് നമ്മൾ അനുവർത്തിക്കേണ്ടുന്ന സാമൂഹികമായിട്ടുള്ള നിബന്ധനകളും നമ്മിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന മൂല്യങ്ങളെക്കുറിച്ചുമാണ് ഞാൻ സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചിന്തകളിലൂടെ, ഇത്തരത്തിലുള്ള നിബന്ധനകളുടെയും നിർദ്ദേശങ്ങളുടെയും അനുസരണത്തിലൂടെ, അതുപോലെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കുന്ന ഈ മൂല്യങ്ങളുടെ ഒരു ഭണ്ഡാരത്തിലൂടെ ആണ് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ളൊരു സംസ്കാരം ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ സാംസ്കാരികത എന്ന് പറയുന്നത് അവന്റെ ആത്യന്തികമായിട്ടുള്ള അവനെന്ന വ്യക്തി തന്നെയാണ് ആ സംസ്കാരം. പക്ഷെ ആ സംസ്കാരം എന്ന് പറയുന്നത് ആ മനുഷ്യൻ ജനിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കുഞ്ഞായി ജനിക്കുന്ന സമയത്ത് അവരിലുണ്ടായിരുന്ന ആന്തരിക ചോദന മാത്രമായിരുന്നില്ല. ആ ചോദനകൾക്കൊപ്പം അവൻ വളർന്നു വന്ന സമൂഹത്തിൽ നിന്നും ഓരോ നിമിഷവും അവന് കിട്ടിക്കൊണ്ടിരുന്ന ആ അറിവിന്റെ, അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവനിൽ രൂപപ്പെട്ട സ്വഭാവ സവിശേഷതകൾ, അവന്റെ താല്പര്യങ്ങൾ, അവന്റെ ഇഷ്ടങ്ങൾ, അവന്റെ ഇത്തരത്തിലുള്ള കഴിവുകൾ ഒക്കെയാണ് ഈ പറയുന്ന ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഒരു കാര്യങ്ങളിലൂടെയാണ് ഒരു വ്യക്തി നല്ല സംസ്കാരമുള്ളവരായിട്ട് മാറുന്നത്. അപ്പൊ സംസ്കാരം എന്ന് പറയുമ്പോൾ അതിനൊരു സ്വാഭാവികമായിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും, ഘടനയുണ്ടാവും. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്നും സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും അന്നത്തെ നാഗരികത എങ്ങനെയായിരുന്നു എന്ന് പറയാൻ ഇന്നും നമുക്ക് സാധിക്കുന്നത്. അപ്പൊ ആ ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകളിൽ ശരിക്കും സിന്ധു നദീതട സംസ്കാരത്തിന്റെയും മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെയും ഒക്കെ ഏടുകളിൽ നിന്നും അന്നത്തെ മനുഷ്യന്റെ നാഗരിക ജീവിതത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ സമൂഹത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും അധിഷ്ഠിതമാണ്. അപ്പം അത് പൊതുവായിട്ടുള്ള ഒരു ചില രീതികളാണ്. അതുപോലെ പൊതുവായ ചില പ്രതീക്ഷിക്കപ്പെടുന്ന ചില സ്വഭാവ സവിശേഷതകൾ അതിനകത്തുണ്ട്. അതിലൊരു വിശ്വാസ സംഹിതയുണ്ട്. ഇതെല്ലാം അവർ ഉൾപ്പെടുന്ന ആ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന്, ആ സമൂഹത്തിൽ ഓരോ മനുഷ്യനുമുള്ള റോളുകൾ എന്ത്, സ്ഥാനം എന്ത്, അവരുടെ പദവി എന്ത്.
ഒരു സമൂഹത്തിലെ ഒരു മനുഷ്യന്റെ ഉന്നമനം എന്ന് പറയുന്നത്, ആ ഉന്നമനത്തിന്റെ ഒരു കാലഘട്ടത്തില് ശരിക്കും മനുഷ്യന് അവൻ കടന്നുപോയിരുന്ന, അവൻ ആർജിച്ചിരുന്ന, അല്ലെങ്കിൽ അവനെ ഉപയുക്തമാക്കാൻ പറ്റിയിരുന്ന ആ റോളുകൾ ഏതൊക്കെയായിരുന്നു, ഏതൊക്കെ വേഷങ്ങളായിരുന്നു അവൻ കെട്ടിയത്, ആ വേഷങ്ങൾ ഏതൊക്കെ പദവികളും അല്ലെങ്കിൽ എന്തൊക്കെ അനുഭവങ്ങളായിരുന്നു അവർക്ക് കൊടുത്തത്. ഇതൊക്കെ നമ്മുടെ സോഷ്യോളജിയുടെ പഠനത്തിൽ വളരെ വിശദമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. റോൾ ആൻഡ് സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കേണ്ടെന്നുള്ള ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ സോഷ്യലൈസേഷൻ, സാമൂഹീകരണം. എങ്ങനെയാണ് ഒരു സമൂഹ ജീവിയായിട്ട് മനുഷ്യൻ മാറുന്നത്? ഈ സാമൂഹ്യ ജീവിതത്തിനകത്ത്, ഈ സാമൂഹ്യ ജീവിതത്തിലൂടെ ഒരു മനുഷ്യൻ സമൂഹ ജീവിയായി മാറുന്നു, മനുഷ്യർ ചേർന്ന് ഒരു സമൂഹമായി മാറുന്നു, ആ സമൂഹത്തിന് ഒരു സംസ്കാരം ഉണ്ടാകുന്നു, ആ സംസ്കാരം അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ലോകമെമ്പാടും നിലനിൽക്കുന്ന അല്ലെങ്കിൽ വളരെ മൂല്യമുള്ള ഒരു പ്രതിഫലനം സൃഷ്ടിക്കാനായിട്ട് കഴിയുമ്പോൾ മാത്രമാണ് ശരിക്കും ഇത്തരത്തിൽ നമുക്കുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ഒരു സ്വാഭാവികമായിട്ടും ഒരു സോഷ്യോളജിക്കൽ ടൂൾ കിട്ടി, ഒരു ഉപകരണത്തിന്റെ ഒരു കൂട്ടായ്മ നമുക്ക് സോഷ്യോളജിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് പഠിക്കാൻ ഉപയുക്തമാക്കുന്ന ഇതിനകത്ത് പ്രധാനമായിട്ടും നമുക്കൊരു ചിന്തയാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ നമുക്ക് മനസ്സിൽ സ്വപ്നം കാണാൻ കഴിയണം. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, നമ്മുടെ സ്വപ്നത്തിലെടുത്ത സമൂഹം എങ്ങനെയായിരിക്കുമെന്ന് സ്വപ്നം കാണണം. കാരണം റൈറ്റ് സഹോദരന്മാരുടെ സ്വപ്നങ്ങൾ ആയിരുന്നല്ലോ പിന്നീട് ഇന്ന് ലോകത്തൊന്ന് ആലോചിച്ച് നോക്കി. ആദ്യമായി ഒരു വിമാനം പറന്ന സമയത്തുണ്ടായ അവസ്ഥയും ഇന്ന് ആ പറയുന്ന ആകാശത്തില് എത്രമാത്രം, അതായത് ആ ഒരു എയർ മേഖല എത്രമാത്രം നവീനമായിട്ടുള്ള വാഹന വ്യൂഹങ്ങളാണ് വന്നിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള മിസൈലുകളും കാര്യങ്ങളും യാത്രാ സംവിധാനങ്ങളും ഒക്കെ മാറി മറിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ അതൊരു സ്വപ്നമാണ്, ഒരു ഇമാജിനേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വപ്നത്തിൽ ഇത്തരം കാര്യങ്ങൾ ഭാവിയെക്കുറിച്ച് കാണാൻ പറ്റിയാൽ ഇന്നത്തെ കാര്യങ്ങൾ ഉപയുക്തമാക്കിക്കൊണ്ട് ആ സ്വപ്നത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നിയമ സംഹിതകളെയും അടിസ്ഥാനപരമായ മൂല്യങ്ങളെയും മറന്നുകൊണ്ടൊരു പ്രവർത്തനവും പാടില്ല. ആ മൂല്യങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമായിരിക്കണം നമുക്ക് വേണ്ടത്. ഇതെല്ലാം നമ്മളെ നല്ല സംസ്കാരമുള്ള ഒരു സമൂഹമാക്കി നമ്മളെ മാറ്റും. അങ്ങനെ പൊതുവായ സ്വഭാവ വിശേഷങ്ങളുള്ള, വിശ്വാസങ്ങളുള്ള, മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് ശരിക്കും നമുക്ക് ഒരു സാമൂഹീകരണം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഈ സാമൂഹീകരണം എന്ന തലത്തിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ അവിടെ വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യർക്ക് ആർജിക്കാൻ പറ്റുന്ന സ്ഥാനങ്ങളും അവരുടെ പദവികളും അതുമൂലം ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് വളരെയേറെ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ നമ്മുടെ സോഷ്യോളജിയെക്കുറിച്ചും അതുപോലെ തന്നെ സോഷ്യൽ സൈക്കോളജി ആ പഠനത്തിൽ അവർ ആ രണ്ട് മേഖലകളെ കുറിച്ച് ഒരു വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകൾ ഒന്ന് പൊതുവായി പറയാനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. സോഷ്യോളജി ഒരു സമൂഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നു. സോഷ്യോളജി ഒരു സമൂഹത്തിന്റെ സ്വഭാവമാണ്. എന്നാൽ സോഷ്യൽ സൈക്കോളജി, സാമൂഹിക മനഃശാസ്ത്രം, സമൂഹത്തിൽ ഓരോ വ്യക്തിയുടെയും സ്വഭാവത്തെക്കുറിച്ച് പറയും. അപ്പോൾ സമൂഹത്തിൽ ഉള്ള ഓരോ വ്യക്തികളുടെയും പെരുമാറ്റത്തിൽ നിന്നാണ് ഈ പറയുന്ന സാമൂഹികമായിട്ടുള്ള സ്വഭാവം ഉണ്ടാകുന്നത്. അതാണ് അതിന്റെ ബന്ധം. സാമൂഹിക മനഃശാസ്ത്രം നമ്മുടെ ഓരോ വ്യക്തികളുടെയും സ്വഭാവം, നമ്മൾ വളരെയധികം കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സോഷ്യോളജിക്ക് അതിലാണ് താല്പര്യങ്ങൾ. ഓരോ മാറ്റങ്ങളെക്കുറിച്ച് വളരെ സജീവമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ശാഖയാണ് സോഷ്യോളജി. സമൂഹത്തിൽ എന്ത് സംഭവിക്കുന്നു, സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ത്, സമൂഹത്തിലുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മൂല്യങ്ങളാണ് ഉള്ളത്, നിയമങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മൂല്യങ്ങളാണുള്ളത്, ഈ നിയമങ്ങളും മൂല്യങ്ങളും വരുന്നതിനനുസരിച്ച് എന്തൊക്കെ നമ്മളുടെ അനുഭവങ്ങളിൽ, നമ്മുടെ മനോഭാവത്തിൽ ഒക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ട്, വളരെയധികം മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്നാൽ സാമൂഹ്യ മനഃശാസ്ത്രം എപ്പോഴും ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. അതാണ് വ്യത്യാസം. വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള പഠനം സോഷ്യൽ സൈക്കോളജി നടത്തുമ്പോൾ,
ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച്, സാമൂഹികമായ നിയമങ്ങളെക്കുറിച്ചും ആ മൂല്യങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മനോഭാവങ്ങളെക്കുറിച്ചും പഠിക്കാനാണ് സോഷ്യോളജിക്ക് താല്പര്യം. അതുപോലെ തന്നെ സോഷ്യോളജി ഒരു സമൂഹത്തെക്കുറിച്ച് ഒരു കമ്മ്യൂണിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ, ഒരു ചെറിയ സമൂഹം എന്ന രീതിയിൽ, ഒരു പ്രത്യേക വിഭാഗം എന്ന രീതിയിലുള്ള പഠനങ്ങളും സോഷ്യോളജി അനുവർത്തിക്കുന്നുണ്ട് സമൂഹത്തിന്റെ തലത്തിൽ. മറിച്ച് സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ സാമൂഹ്യ മനഃശാസ്ത്രം എപ്പോഴും മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സ്വഭാവവിശേഷങ്ങളെ കുറിച്ചാണ് കൂടുതൽ പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പം നമ്മൾ സോഷ്യോളജിയെക്കുറിച്ചും സോഷ്യൽ സൈക്കോളജിയെക്കുറിച്ചും ആണ് നമ്മൾ പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ നമ്മളുടെ ഈ ചിന്തകളിൽ നിന്ന് നമ്മുടെ മനസ്സിൽ വരേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് 3 വിഷയങ്ങളെക്കുറിച്ച് വളരെ വിശദമായ ചില ചർച്ചകൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ നടത്തുകയുണ്ടായി. ഒന്ന് സോഷ്യോളജി, സാമൂഹ്യ നരവംശാസ്ത്രം, അതുപോലെ തന്നെ സാമൂഹ്യ മനഃശാസ്ത്രം. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഈ 3 വിഷയങ്ങൾക്കും എത്രമാത്രം ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങൾ കൂടുതൽ ആഴത്തിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഒരു സോഷ്യോളജി പഠിതാവ് എന്ന നിലയിൽ നമുക്കൊരിക്കലും സാമൂഹിക മനഃശാസ്ത്രത്തിനെയോ സാമൂഹ്യ നരവംശാസ്ത്രത്തിനെയോ മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. കാരണം ഒരു സമൂഹത്തിൻ്റെ ശാസ്ത്രമെന്ന് പറയുമ്പോൾ അത് സമൂഹത്തിൻ്റെ മാനസിക ശാസ്ത്രത്തിലൂടെ ഉയർന്നു വരുന്ന ഒന്നാണ് സമൂഹത്തിൻ്റെ ശാസ്ത്രം. അതുകൊണ്ട് തന്നെ അതിലെ ഓരോ വ്യക്തിക്കും പ്രാധാന്യമുണ്ട്, ഓരോ വ്യക്തിക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും മാനസികമായിട്ടുള്ള പഠനങ്ങൾ, അല്ലെങ്കിൽ ഓരോ വ്യക്തിയെക്കുറിച്ചും അല്ലെങ്കിൽ ആ മനുഷ്യനെക്കുറിച്ച്, ആ മനുഷ്യനുണ്ടാകുന്ന സ്വഭാവ രൂപീകരണത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൻ്റെ നാളത്തെ സ്ഥിതിയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നമ്മളെ വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ ആദിമ മനുഷ്യന്റെ നരവംശാസ്ത്രം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പോലെ ആദിമ മനുഷ്യനെ കുറിച്ചുള്ള പഠനങ്ങൾ, ആദ്യകാലങ്ങളെക്കുറിച്ചുള്ള ചരിത്രത്തിൽ അന്വേഷണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പഠനങ്ങൾ പൂർവിക കാലഘട്ടത്തിൽ എങ്ങനെ ആയിരുന്നെന്നു ഉള്ളത് ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് ഒരു വിചിന്തനം നടത്താനായിട്ട് നമുക്ക് സഹായിക്കും. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ച ചെയ്യുവാനായിട്ട് നമുക്ക് ആദിമ കാലഘട്ടത്തിലുണ്ടായ പഠനങ്ങളിൽ നിന്നും നമുക്ക് സാധിക്കും. അപ്പൊ ആ മനുഷ്യന്റെ ആദ്യവും ആയിട്ടുള്ള പരമ്പരാഗതമായ കാര്യങ്ങളിലേക്കുള്ള പഠനത്തിൽ അധിഷ്ഠിതമായിട്ട് ഇന്നത്തെ മനുഷ്യന്റെ സാമൂഹികമായ പശ്ചാത്തലത്തെ വിശകലനം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ ഈ സാമൂഹിക പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്ക് ഉപയുക്തമാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല സംശുദ്ധമായ ഒരു മാനസിക തലത്തിലുള്ള വ്യക്തികൾ അവിടെ ഉള്ളപ്പോൾ മാത്രമാണ് അത് നമുക്ക് സാധ്യമാക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെ മാനസിക തലങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ആ മാനസികമായ നില എത്രമാത്രം നല്ലതായിരിക്കണമെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണ്. ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൽ ഓരോരുത്തർക്കും ഈ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു പ്രതിബദ്ധതയാണ് ഇതിനകത്ത് നമുക്ക് പ്രത്യേകമായിട്ടും പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ റോളുകളിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളുടെ മാനസികമായിട്ടുള്ള പല അനുഭവങ്ങളിൽ നിന്നും നാം പഠിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം നല്ലതായി വരുന്നുണ്ടോ അത് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യ സമൂഹം എന്ന നിലയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ശ്ലാഘനീയമായിട്ടുള്ള നേട്ടങ്ങൾ നൽകുന്ന ഒന്നായിരിക്കും. അത്തരത്തിലുള്ള ഒരു ചിന്തയായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പൊ ഇതിനുപയുക്തം. അപ്പൊ ഇന്നത്തെ ചിന്തകളിൽ നിന്നുകൊണ്ട് നാളെ എങ്ങനെ ആയിരിക്കണമെന്ന് ചിന്തിക്കാനും പ്രവചിക്കാനും നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അടിസ്ഥാനമായ ആശയങ്ങളുടെയും അടിസ്ഥാന വിഷയങ്ങളുടെയും ഏറ്റവും സാംശീകരിക്കപ്പെട്ടിട്ടുള്ള എല്ലാ അറിവുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ചിന്താധാരയിൽ നിന്നും മുന്നോട്ട് പോകുന്ന ഒരു പഠന പ്രക്രിയയായിരിക്കണം ഓരോ സോഷ്യോളജിസ്റ്റും മനസ്സിൽ അനുവർത്തിക്കേണ്ടത്. നാം ഓരോരുത്തരും നന്നാവുമ്പോൾ നമ്മുടെ സമൂഹം നന്നാവുന്നു. നമ്മുടെ സമൂഹം നന്നാവുമ്പോൾ ഈ സമൂഹം നാളത്തെ സമൂഹത്തിന്റെ വക്താക്കളാണ്. നാളെയുടെ പൗരന്മാരെയാണ് നമ്മൾ ഇന്ന് സൃഷ്ടിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നാളെയുടെ പൗരന്മാർ എങ്ങനെ ആയിരിക്കണമെന്ന് ഉള്ള ഒരു ചിന്തയിൽ നിന്നും നാളത്തെ സമൂഹം എങ്ങനെ ആയിരിക്കണമെന്ന ഒരു ചിന്ത
ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങളെ ശ്ലാഘനീയമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചിന്താധാരയായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.